guys, welcome to my channel. So ഇന്ന് നമ്മൾ നിൽക്കുന്നത് മലേഷ്യയിലെ ഇയർട്ടൺ റെസിഡൻസിയിലാണ്. സോ ഇവിടെയുള്ള ഒരു അപ്പാർട്ട്മെന്റ് ടൂർ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പുറത്തായിരിക്കും സംസാരിക്കുന്നുണ്ട്, സോറി ഫോർ ദാറ്റ്. സോ ഞാൻ ഇതുവരെ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ ഞാൻ നിങ്ങളുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ കയറി വന്നപ്പോ കണ്ടത് ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. കാണിക്കും. ഒരു ചെറിയ ഡൈനിങ് ടേബിൾ 4 സീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് ഒരു ലൈറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ ഏരിയ ആണ് ഇവിടെ ഉള്ളത്. നല്ല കിഡിലുള്ള ഒരു കിച്ചൺ ഏരിയ ആണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ പ്ലേറ്റ്സ് അതായത് എന്റെ അമ്മയാണ് ബാക്കില് ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. സോ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. സോ ഇത് വന്നിട്ട് പ്ലേറ്റ്സ് ആണ്. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ക്ലീനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് നമ്മുടെ പാൻ അങ്ങനെയുള്ള ഫ്രൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് പാൻസും അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതില് കൂടുതൽ കട്ട്ലറീസ് ആണുള്ളത്. കത്തിയുണ്ട് ഗൈസ്, കത്തി. പിന്നെ ഇതിന്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഒരു ചോപ്പിംഗ് ബോർഡ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ അവരൊന്നും വെച്ചിട്ടില്ല. ഇതില് മെയിൻ ആയിട്ടുള്ളത് ഇതില് ബോഷിന്റെ ഒരു കുക്കിംഗ് ടോപ്പ് ഉണ്ട്. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു മൈക്രോവേവ് ഓവൻ ഉണ്ട്. ആൻഡ് ഇതിൽ അവരുടെ ഇലക്ട്രിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് ഇലക്ട്രിസിറ്റി അങ്ങനെ എന്താ അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. സോ ഇത് ആക്ച്വലി തുറക്കാൻ പറ്റും. ഇതിൽ ഇതേപോലെ ഒരു ചെറിയ 2-3 കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് ഓരോ സ്വിച്ചസ് ആണ്. ലൈക്ക് വാട്ടർ ഹീറ്റർ, എക്സോസ്റ്റ് ഫാനിൻ്റെത്, മൈക്രോവേവ്, സ്റ്റൗ. സോ ഇതിനൊക്കെ സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളിത് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇത് വല്ലതും കത്തിപ്പിടിച്ചിട്ട് വേണം ഇനി അവസാനം ഇതിന്റെ പൈസയും കൂടെ നമ്മുടെ കയ്യിൽ കാണിക്കാൻ. അപ്പോ ഇത് വന്നിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത പ്ലേറ്റ്സ് ഒക്കെ വെക്കാനായിട്ടാണ്. സോ ഇതിനകത്ത് വെള്ളം വരുന്നുണ്ടോ ഇല്ല. ഇങ്ങനെയാണ് കഴിച്ച് തുറക്കുന്നത്. ഓക്കെ, ഞാൻ ഓരോ ഹോട്ടൽസിൽ പോകുമ്പോഴത്തേക്കും ഇതുപോലെ വെള്ളം തുറക്കുന്ന പൈപ്പ് ഓരോ തരത്തിലും ഓരോ ഡിസൈൻസ് ആയിരിക്കും. സോ എങ്ങനെയായാലും അതിനകത്ത് ഫൈനലി വെള്ളം വരും. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് നമ്മൾ ലിവിംഗ് റൂമിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം വിട്ടുപോയി, ദ ഫ്രിഡ്ജ്. ഓക്കെ, ഇത് നമ്മുടെ സാധാരണ എല്ലാ വീട്ടിലും കാണുന്ന ഒരു ഫ്രിഡ്ജാണ്. സോ തുറന്നു നോക്കാം ഇതിനകത്ത് അവർ വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന്. സോ ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാം, നമുക്ക് എന്തെങ്കിലും വെക്കാം, അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലും അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. ഓക്കെ, സോ ഇവിടെ കുറച്ച് ഡിസൈൻ അങ്ങനെയൊക്കെയുള്ളത്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെയാണ് വെച്ചേക്കുന്നത്. സോ ഇവിടെ ഒരു ടിഷ്യൂസ്. ഓക്കെ, നമുക്ക് ഇനി ലിവിംഗ് റൂമിലേക്ക് പോവാം. സോ ലിവിംഗ് റൂമില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെയിന്റിംഗ് ഇത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കാണിക്കും. ഓക്കെ, ഇതൊരു സെന്റർ പീസ് ആണ്. സോ ഇതൊരു എൽ ഷേപ്ഡ് സോഫ ആണ്. കുറച്ചും കൂടി ബാക്കിൽ നിന്ന് ഇത് കാണാനും TV ഇവിടെ ഉണ്ട്. സോ ടിവിയുടെ റിമോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പഠിച്ചു വരുമ്പോൾ ഒരു സമയമാവും. നമുക്കിത് പിന്നെ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഒത്തിരി നീളാവും. പിന്നെ ഇതില് ഒരു ഇത് ഹൗസ് റൂൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് നമുക്ക് റൂമിൽ പോവാം. വളരെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കിങ് സൈസ് ബെഡും അതിന്റെ പൊക്കത്ത് ഒരു വലിയ പെയിന്റിങ്ങും. ഇത് വലിയ തലയിൽ വീണ AC പ്രൊവൈഡഡ് ആണ്. അതുപോലെ നമുക്ക് ഈ ബെഡ്റൂമിൽ തന്നെ നിന്ന് അപ്പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ലിവിംഗ് റൂം കാണാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിലെ മെയിൻ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാ 5 സ്റ്റാർ ഹോട്ടൽസും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മൊത്തം ചെടികളും മരങ്ങളും ഒക്കെയാണ്. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഇയർട്ടൺ റെസിഡൻസി എന്ന് പറയുന്നത്
ഒരു 50 ഫ്ലോർസ് ഉണ്ട് ഈ ഒരു ഹിൽട്ടൺ റെസിഡൻസിയിൽ തന്നെ. അതുപോലെ തന്നെയാണ് ഇതിന്റെ ബാക്കിലുള്ള എല്ലാ 5 സ്റ്റാർ ഹോട്ടൽസും. ഒത്തിരി ഭയങ്കരമായിട്ട് പൊക്കത്തിലാണ് അവരെല്ലാം കെട്ടിയിരിക്കുന്നത്. കുഞ്ഞായിട്ടുള്ള കുറെ റൂംസ് ആണുള്ളത്. പിന്നെ ഇത് ഇവരുടെ കേർട്ടൻ ആണ്. ഞങ്ങൾ വന്ന ആ ഒരു എക്സൈറ്റ്മെന്റിൽ എല്ലാം കൂടി ചരവറന്ന് തുറന്നിട്ടതാണ്. അപ്പൊ ഇതാണ് ആക്ച്വലി ഇവിടുത്തെ ഷിയർ കേർട്ടൻ. സോ ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് തുറന്നിടാം, കുഴപ്പമില്ല. ആൻഡ് ഓൾസോ ഞാനിത് എക്സ്പെക്ട് ചെയ്തില്ല. നമ്മുടെ താരൻ കാണിക്കും. ഇത് ആക്ച്വലി ഇവിടെയുള്ള ഒരു വാഷിംഗ് മെഷീൻ ആണ്. നമ്മൾ ഇവിടെ വന്ന് നനയ്ക്കോ എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഈ ഒരു റൂമിൽ തന്നെ ഒരു വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വാർഡ്രോബ് കാണിച്ചു തരാം. സോ അതിനു മുന്നേ ഇതൊരു ജസ്റ്റ് പെയിന്റിങ്സ് ആണ്, അവരുടെ പെയിന്റിങ്സ് ആണ്. പിന്നെ ഇവിടെ വൈഫൈ ഉണ്ട്, ഫ്രീ വൈഫൈ ആണ്. അതുപോലെ ഇത് ഞങ്ങളുടെ ബാഗാണ്. സോറി, ഇതൊരു വലിയ ഡ്രോയർ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. സോ ഇവിടെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കാം. സോ വരും. ഇതെന്ന് പറയുന്നതാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഹെയർ ഡ്രയർ ആൻഡ് അയൺ ബോർഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സോ ഇത് തുറക്കുമ്പോ തന്നെ ലൈറ്റ് കത്തും. സോ ഇതിനകത്ത് തന്നെ ഞാൻ ആക്ച്വലി ഓൾറെഡി കൊണ്ടുവന്നു. ഇവര് ഹെയർ ഡ്രയർ, ബ്ലോ ഡ്രയർ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അയൺ മെഷീൻ, അയണിന്റെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ജോഡി സ്ലിപ്പറും ഇതേപോലെ അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡ്രസ്സസ് ഒക്കെ വെക്കാം. ഓക്കെ, സോ ദ ലാസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ആക്ച്വലി എന്റെ അമ്മയാണ് പുറകില് ലൈറ്റ് ഉണ്ടോ. ഓക്കെ, ആക്ച്വലി ലാസ്റ്റ് വണ്ടേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. സോ എന്റെ അമ്മ പുറകിൽ ഒന്ന് ചിരിക്കുവാണ്, ഇവളെന്തു ഈ പറഞ്ഞു കൂട്ടുന്നതെന്ന്. സോ ഇതാണ് ഇവിടുത്തെ റെസ്റ്റ് റൂം. സോ വെരി സോ ഇത് റെസ്റ്റ് റൂം ആണ്. സോ കണ്ടാലേ മനസ്സിലാവുമല്ലോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാത്തിങ് മാത്രമായിട്ടുള്ള എല്ലാ ഹോട്ടൽസിലും ഉള്ളതുപോലെ തന്നെ. സോ ഇത് അവര് ടിഷ്യൂ പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു കണ്ണാടിയാണ്, ഇതിങ്ങനെ വെക്കാം. പിന്നെ ഇത് നമ്മുടെ ആസ് യൂഷ്വൽ സാമ്പിൾസ് ആണ്. ഷാംപൂ, കണ്ടീഷണർ, ബോഡി വാഷ്, ടൂത്ത് ബ്രഷ്. വെറുതെ ഞാൻ ടൂത്ത് ബ്രഷ് കൊണ്ടുവന്നു. ടൂത്ത് ബ്രഷ്, പിന്നെ ഒരു സോപ്പ് ഉണ്ട്. ഇവരുടെ തന്നെയാണ് തോന്നുന്നു. ഒരു ചെറിയൊരു സോപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്തായാലും തുറക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇനി നമ്മളിപ്പോ ഒരു ചെറിയ ടൂറൊക്കെ കഴിഞ്ഞു. സോ കുറെ ആയല്ലോ, ഒന്നും പറയാം. സോ നമ്മളിപ്പോ ഒരു ടൂറൊക്കെ കഴിഞ്ഞു. അപ്പോ ഇതാണ് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്. അപ്പോ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ലൈക്ക് ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് ഞാൻ നിന്നിട്ടില്ല, എന്റെ ഫസ്റ്റ് ടൈമാണ്. സോ അതുകൊണ്ട് ഇനിയുള്ളത് നമുക്ക് 6 മണിക്ക് ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വരും, അടുത്ത ലൊക്കേഷനിൽ പോകാനായിട്ടുള്ളത്. സോ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ ചെറുക്കാം. ഓക്കെ.